അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടില്ല നമ്മുടെ ഫാമിലിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസാണ്. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ അടുക്കളയത്തെ കുറച്ച് രാവിലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഉമ്മ അത് നല്ല പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ചെമ്മീൻ ജസ്റ്റ് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. സ്പെഷ്യൽ ഇന്ന് രാവിലെ പത്തിരി, ഉള്ളിക്കറി ഉണ്ട്, ഉള്ളിയും കിഴങ്ങും, പിന്നെ പോരാത്ത ചെമ്മീൻ ഗ്രേവി. സ്പെഷ്യലായിട്ട് വെക്കാം. ഗ്രേവി വെക്കണേ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് നല്ലോണം ഉണക്കരുത്. ഫ്രൈ ചെയ്യുമ്പോൾ അല്ലാത്ത പല്ലോ നേരിയണം. ഇത് കുറഞ്ഞ ഇതിൽ എന്നാലും അതിൻ്റെ നല്ല ചുവ കിട്ടും. പിന്നെ ആ വെളുത്ത് മസാല പിടിക്കാത്ത മാതിരി ഉണ്ടാവില്ല. മനസ്സിലായോ? മനസ്സിലായോ? കുമാറികളല്ലോ എത്ര കൊല്ലത്തെ സർവീസാ ഇതൊരു ഇപ്പം സ്കൂൾക്ക് വേണം അന്നത്തെ സർവീസാണ്. എത്ര കൊല്ലമൊന്നും അറിയില്ല. 8:30 മുതൽ സ്റ്റാർട്ടാക്കിയാൽ പിന്നെ 10 മണിയാവും ഞാൻ നിൽക്കണമെങ്കിൽ. ഇത് കുറേ പഴക്കല്ല സർവീസാണ്. പക്ഷെ വന്നന്ന് ചായ അടുപ്പൊക്കെ ചിന്തിയ ആളാണ്. പിന്നെ ഇതുപോലെ നല്ല ഉഷാറായ പറ്റിയില്ലെങ്കിലും വന്നോടനെ പറഞ്ഞു ചായ അടുപ്പ് ചിന്തിന്നൊക്കെ തന്നെ പേടിച്ചിട്ടേ ഇങ്ങനെ കൈക്കല കണ്ടെടുത്തോ ഇല്ലാതെ എൻ്റെ അത്ര അറിയാത്തോലും ഉണ്ടാവില്ല. എല്ലാ വെറൈറ്റി ട്രൈ ചെയ്തു. സ്വയം ഇങ്ങനെ കേട് വന്നു നന്നായി അങ്ങനെ സ്വയം ദൈവം പഠിപ്പിക്കണം. ഓരോരുത്തരത് കണ്ടിലേറെ അനുഭവമാണ് പാഠം. ഒരു കുറവില്ല സംഭവം. രണ്ടുമില്ല ഞാൻ സാധന ടേസ്റ്റ് ഉണ്ടാവില്ല. മനസ്സിലായോ? വെളിച്ചെണ്ണ കുത്തി പറ്റിയത് മുളക് കിട്ടും. കൂടുതൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ചെയ്തിട്ട് മുളകിടുക. വലിയ ഉറക്കരുത്. കുറച്ചെടുത്ത് കുറച്ച് രാവിലെ ഇവിടെ എന്താ പറയാ ഗ്രേവി അപ്പോൾ നമ്മൾ ചെമ്മീനെ കിട്ടിയിട്ടാണ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറവാണ്. അതിട്ട് പൊരിക്കുന്നതിലിട്ട് ഇത് തട്ടിച്ച് വെക്കണം കേട്ടോ. അല്ലാഞ്ഞാലും ഇതിൽ വേവില്ല. വലിപ്പ് ഉമ്മാൻ്റെ ഗ്രേവി ഏകദേശം എന്താ ശേഷമാണ് കുറച്ച് നല്ല. പിന്നെ ഞാൻ മോർണിംഗ് ഒരു സ്മൂത്തി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ഇതാക്കുന്നവർക്ക് ഡയറ്റിങ് ഉള്ളവരൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്മൂത്തി തന്നെയാണ്. അപ്പം ഞാനിവിടെ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് ഈത്തപ്പഴവും, പിന്നെ നമുക്ക് വേണ്ട പാല് ഓട്സാണ് കേട്ടോ. അപ്പോൾ പല വെറൈറ്റി ആയിട്ട് നമ്മൾ ഓരോരുത്തർ ഉണ്ടാക്കാറുണ്ട്. അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവറിനനുസരിച്ച് ചേഞ്ച് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് സ്മൂത്തി കുടിക്കാറുണ്ട്, ഡെയിലി ഒന്നും കുടിക്കാറില്ല. അപ്പം ഞാനൊക്കെ അതാ ഒരു ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ നമ്മളെ റോബസ്റ്റും അതെല്ലാം കൂടിയിട്ടിട്ട് മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഓവർ പാലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. കുറച്ച് പാൽ ഒഴിക്കുന്നതന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ റോബസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗറൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ മധുരം നല്ല രീതിയിൽ ഉണ്ടാവും. ഓവർ മധുരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, കാരണം ഈത്തപ്പഴം ഉണ്ട്, പിന്നെ നമ്മളെ റോബസ്റ്റിൻ്റെ ആ ഒരു മധുരം എല്ലാം കൂടി ആട്ടോ. സംഭവം സെറ്റാണ്, നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓട്സ് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ അടിച്ചെടുക്കുകയാണ്. സംഭവം വിശപ്പ് മാറാനും അതുപോലെ തന്നെ എല്ലാത്തിനും നല്ല അടിപൊളി സംഭവമാട്ടോ. ചാക്കിലെന്താ ഈ തോട്ടത്തിൽ വെള്ളുണ്ടോ? ഈ തോട്ടത്തിൽ പൊങ്ങുണ്ടോ അമ്മച്ചിക്ക്? അപ്പൊ എനിക്ക് പൊങ്ങ് ഇഷ്ടമാണ്. ഞാൻ തോട്ടത്തിൽ നിന്ന് എനിക്കൊരു പൊങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ചാക്കൊളിക്കണ്ടേ? എനിക്ക് പൊങ്ങെടുത്ത് തരികയാണ്. ചാക്കില് പൂച്ചക്കുട്ടിയാ? ചാക്കില് പൂച്ചക്കുട്ടി ഉണ്ട്, ഇളകുണ്ട്. കിട്ടിയോ? ഇതാ പൊങ്ങേ. ചേട്ടാ അതെനിക്ക് പൊങ്ങാട്ടെ ഗൈസ്. ഒന്നുള്ളൂ.
കൂട്ടാൻ ഉണ്ടാക്കുന്നത്. സൺഡേ ആയപ്പോൾ എല്ലാവരും ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ നല്ല അടിപൊളി കൂട്ടാൻ ഞാനല്ല ഉണ്ടാക്കുന്നത്, ഞാൻ ഉമ്മാക്ക് അരിഞ്ഞു കൊടുക്കുകയാണ്. ഉമ്മാര് സ്പെഷ്യലായിട്ടുള്ള കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു പച്ച കർമൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചേമ്പ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മികാമ്പ് എടുക്കുന്നുണ്ട്. അത് അരിയാണ് കേട്ടോ ഗൈസ് ഞാൻ. അപ്പോൾ ഉമ്മ അവിടെ വേറെ പണിയിലാണ് അതിൻ്റെ ടൈം കൊണ്ട്. പിന്നെ ഇതാ അവിടെ പൂള നല്ല രീതിയിൽ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതാ നമ്മുടെ ഇതരിയാണ് കേട്ടോ. ഇതരിയുമ്പോൾ നല്ല രസമാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം അരിയാണ്. ഇതിൻ്റെ ഈ ഒരു നാരെടുക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു നാര് ഇതിൽ ചുറ്റിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വരലിൻ്റെ ഇവിടെയൊക്കെ ഉള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു നാരാണ് കേട്ടോ. സദ്യക്ക് നമ്മളിങ്ങനത്തെ നാടൻ വിഭവമായിട്ട് ഉണ്ടാക്കൽ, കാരണം എല്ലാവർക്കും ഇഷ്ടം അതന്നെ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ദിവസം എന്ന് പറഞ്ഞാൽ സൺഡേ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫുൾ ഫാമിലി ആയിട്ട് ഫുൾ എൻജോയ് ചെയ്യും കേട്ടോ. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ഈവനിങ് ആകുമ്പോൾ നമ്മൾ പുറത്തോട്ട് പോകലാണ്. അപ്പോൾ ജസ്റ്റ് നൈറ്റ് റൈഡിങ്ങിന് ഇറങ്ങും കേട്ടോ. ഇക്കുള്ള ദിവസം എന്തായാലും നൈറ്റ് റൈഡിങ് മസ്റ്റാട്ടോ. അത് നമ്മളെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഡിക്ഷണറിയിലൊരു വലിയൊരു ഇതാണ് കേട്ടോ നൈറ്റ് റൈഡിങ്. അപ്പം ഞാൻ ഈ ഒരു ഇതിൻ്റെ ഞാരൊക്കെ കളഞ്ഞിട്ട് ഉണ്ടല്ലേ ഈ നൂലൊക്കെ കയ്യിൽ ഇങ്ങനെ ചുറ്റിക്കാണ്ട് പീസാക്കണേ. ഇത് മൊത്തമായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഇഷ്ടമാണോ? കൂട്ടാൻ നല്ല സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റുള്ള ഉമ്മ ഉണ്ടാക്കും കേട്ടോ ഇവിടെ. ഉമ്മ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് കൂട്ടാൻ ഉണ്ടാക്കും. അപ്പം എനിക്കുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് അരിഞ്ഞു കൊടുക്കുക കേട്ടോ. ഉമ്മ വേറെ എന്തോ ഒരു പണിയിലാണ്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ട് ഉമ്മക്ക് നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് കാണാം. നിങ്ങളെ സ്പെഷ്യൽ നാടൻ കൂട്ടാൻ, നാടൻ കൂട്ടാനാട്ടോ. ഇതിലേക്ക് എന്തൊക്കെയാ നിങ്ങൾ ഇടുക? എണ്ണിക്കാമ്പ്, ചേമ്പിൻ്റെ തണ്ട്, കറുമൂസ, പിന്നെന്താണോ എനിക്കെന്നെ അറിയില്ല, ഒരു 5-8 വിഭവങ്ങളുണ്ട്. ഇതൊക്കെ വയറ് ശുദ്ധിയാക്കാനാ. ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. ഫാസ്റ്റ് ഫുഡ് തിന്നണേ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ നല്ല പച്ചവെള്ളം തേങ്ങയും വെളുത്തുള്ളി ഇഞ്ചൊക്കെ വയറിനൊരു കേടുണ്ടായില്ല, വയറ് ശുദ്ധിയായി. കേട്ടോളിട്ടോ. അപ്പൊ ഉമ്മ സൺഡേ നമ്മളെ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയാണ്. ഇതില്ല ഇലയിടുന്നില്ല. ആ ഇലയിടും എല്ലാം ഒരു 7 വിഭവം ഇതിലുണ്ട്. കുറേശ്ശെ ഒക്കെ പാടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല പച്ചവെള്ളം തേങ്ങയും വെളുത്തുള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ല ഉമ്മാനെ കൂട്ടാൻ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കൂട്ടാനാണ്. ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും പറ്റൂല, പുതിയ തലമുറക്ക്. പക്ഷെ പുതിയ തലമുറക്ക് എനിക്ക് പറ്റിട്ടോ. അത് എന്താ പറഞ്ഞാൽ കുറേശ്ശെ തിന്ന് ശീലമാണ്. ഇത് തിന്ന് ശീലം ഫാസ്റ്റ് ഫുഡല്ലേ, അതുകൊണ്ടാണ്. പക്ഷെ എനിക്കിഷ്ടമാണ്. അല്ലാതെ ഇത് ഒരു കേടുണ്ട്. ഞങ്ങളിതൊക്കെ അരിഞ്ഞിട്ട് ഉമ്മാന്റെ കൂട്ടാൻ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോ ഇത് ഞാൻ അരിഞ്ഞു കൊടുക്കും. ഇതിന്റെ പേര് സിനിമ ചേമ്പത്ത്, വലിയ ചേമ്പത്തും അതുപോലെ തന്നെ നമ്മളെ ചേമ്പൊന്നും ഞാന് അരിയില്ല, എനിക്ക് നല്ല ചൊറി വരും. അപ്പൊ ഉമ്മ ഉണ്ടാ കാര്യം ബാക്കിയുള്ള ഈ സംഭവങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് സഹായിച്ചു കൊടുക്കുന്നത്. പിന്നെ തിന്നാനും സഹായിച്ചു കൊടുക്കൂലേ അമ്മ? അത് നല്ലോണം ഇതായോണ്ട്. പിന്നെ എന്തായിരുന്നല്ലോ, പിന്നെ തണ്ട് അങ്ങനത്തെ ഒക്കെ ഇടുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഇന്നത്തെ സൺഡേ വൈബ് നമ്മുടെ തോട്ടത്തിലുള്ള സൺഡേ വൈബല്ല, അപ്പൊ അത് 12 മണിന്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കും. അങ്ങനെയല്ല, ഇന്ന് സൺഡേ ആണ്. അപ്പൊ സൺഡേ നമ്മൾ അധികം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കല്. നമ്മള് തോട്ടത്തിൽ നിന്ന് ഇറങ്ങും. തോട്ടത്തിലുള്ള ഇങ്ങനത്തെ എന്തുമ്മാന്റെ ഒരു ഡയലോഗ് ഉണ്ട് ഗൈസ്, മായമില്ല മന്ത്രമില്ല. മായമില്ല അത്ത ഭക്ഷണം, തീരെ മായമില്ല, ഒറിജിനൽ. അപ്പൊ ആ ഒരു ഐറ്റംസ് ആണ് നമ്മൾ ഇന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല മേക്കപ്പ് ചെയ്ത് പോണവർക്കൊന്നും ഇത് പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാട്ടെ ഗൈസ്. ഓക്കെ, ഞങ്ങളായിരുന്നു. അപ്പൊ നമ്മളിത് ഓരോന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞ് സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പപ്പായ ഇതാ ഈ പീസാക്കി അരിയുന്നുണ്ട്. ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഡേറ്റ് കഴിഞ്ഞോ? കഴിഞ്ഞേ ഇല്ലല്ലോ. ഇവിടെ ഇരിഞ്ഞു കഴിഞ്ഞോ? ആരെ ക്ഷീണിച്ചേ? എങ്ങട്ടാ ഉറങ്ങാൻ പോവാ? നമ്മമാരെ വെള്ളം കുടിച്ചോ? ഒരു മുറുക്ക് ഒറ്റ എന്നെ കൊണ്ടാതെ പോലി ഗൈസ്.
അത് നിൽക്കൂല. പിന്നെ ഇക്കാക്ക് ഒഴിവുള്ള ദിവസം നമ്മൾ ഈവനിങ് എന്തായാലും ഒരു നൈറ്റ് റൈഡിങ്ങിനോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ ആയിട്ട് പോകാറുണ്ട്. കാരണം ഇക്കാക്ക് ഇനിയിപ്പോൾ സൺഡേ അല്ലെങ്കിൽ വേറെ ഏതേ ദിവസം ഇക്ക ലീവ് എടുക്കുന്ന ടൈമിൽ നമ്മൾ എന്തായാലും പുറത്ത് പോകാറുണ്ട് കേട്ടോ. നമ്മളെ ലൈഫ് അതൊക്കെ തന്നെയല്ലേ രസം. എപ്പോഴും ജോലി അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് നമ്മളെ ടൈം വേസ്റ്റ് ചെയ്യാതെക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എൻ്റെത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് കേട്ടോ. ഒരു ഒഴിവ് കിട്ടിയാൽ അങ്ങ് പുറത്ത് പോകാറാണ്. പക്ഷെ അത് ഭയങ്കര ലൈഫിൽ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ടൈമാണ് കേട്ടോ. മീൻസ് ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. സൺഡേയും അതുപോലെ തന്നെ ഇക്കാക്ക് ലീവുള്ള എല്ലാ ദിവസവും നമ്മളൊരു നൈറ്റ് റൈഡിങ്ങിനോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇതിന് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പോയതാണ് നമ്മൾ മുറിഞ്ഞിമാട് പോയതാണ് കേട്ടോ. അസുവിന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അവരൊക്കെ നമ്മളെ അടുത്തൊക്കെ വന്നിട്ട് സംസാരിച്ചൊക്കെ ചെയ്തു. അപ്പോൾ ഹസുട്ടിക്ക് വേണ്ടിയിട്ട് കുറേ ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് വേണ്ടിയിട്ട് ഇക്ക ചെറിയ മസാജ് ചെയ്തു. ഞാൻ നമ്മുടെ ഫിഷിൻ്റെ ഒരു മസാജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള make എനിക്കറിയാം കേട്ടോ.